തൃശ്ശൂർ ജില്ലയിലെ വളരെ പ്രശസ്തമായ ഒരു ഗ്രാമത്തിലാണ് സദാശിവൻ എന്ന 70-കാരൻ താമസിച്ചിരുന്നത്. ചെറുപ്പത്തിൽ തന്നെ കൂലിവേല എടുത്ത് തുടങ്ങിയിട്ട് കഠിനാധ്വാനം കൊണ്ട് ഒരുപാട് സമ്പാദിക്കുകയും ഒരുപാട് ഭൂമിയും ഒടുവിൽ ഗ്രാമത്തിലെ ഏറ്റവും നല്ല വീടുകളിലൊന്ന് അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് 3 മക്കളായിരുന്നു, 2 ആൺമക്കളും 1 മകളും. മക്കളെല്ലാം അദ്ദേഹം നന്നായി പഠിപ്പിച്ചു, നല്ല നിലയിൽ എത്തിച്ചു. മൂത്ത മകൻ ബാങ്കിലൊരു ഉദ്യോഗസ്ഥനാണ്, രണ്ടാമൻ ഒരു ബിസിനസ്സുകാരനും മകളുടെ ടീച്ചറുമാണ്. എല്ലാവരും നഗരത്തിൽ വലിയ വീടുകളിലും നല്ല സൗകര്യങ്ങളിലും ജീവിക്കുകയാണ്. സദാശിവൻ്റെ ഭാര്യ മരിച്ച് വർഷങ്ങളായിരുന്നു. അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു, കൂടെ ഒരു സഹായി മാത്രം ഉണ്ടായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളും ഓർമ്മക്കുറവും അദ്ദേഹത്തെ പതിയെ അലട്ടി. മക്കളുടെ കാഴ്ചയിൽ അച്ഛനിപ്പോൾ വെറും ഒരു ഉപകാരമില്ലാത്ത ഭാരം മാത്രമായി മാറി. ഭാരം. മക്കൾക്ക് വേണ്ടത് സദാശിവൻ്റെ സ്വത്തായിരുന്നു കേട്ടോ, പ്രത്യേകിച്ച് ഈ വലിയ വീട്. അടുത്ത് തന്നെയുള്ള 5 ഏക്കർ പുരയിടവും. ഓരോരുത്തരെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ നിർബന്ധിക്കാൻ തുടങ്ങി. അച്ഛൻ, നിങ്ങൾക്ക് ഈ ഒറ്റ മുറിയിൽ കിടന്നാൽ പോരെ, ഈ വലിയ വീട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് വീതിച്ചിട്ട് തരണം. ഞങ്ങളതൊക്കെ വിറ്റ് കാശാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. മൂത്ത മകൻ രമേഷ് തുറന്നടിച്ച് പറഞ്ഞു. അതേ വെച്ചാ, നിങ്ങൾ തനിച്ചായിരിക്കുമ്പോൾ ഈ ഭൂസ്വത്ത് നോക്കാൻ ആരുമില്ല. ഞങ്ങൾക്കിപ്പോഴാണെങ്കിൽ പൈസയ്ക്ക് അത്യാവശ്യമുണ്ട്. രണ്ടാമൻ സുരേഷും താങ്ങു പിടിച്ചു. അച്ഛനെ നോക്കാൻ ഞങ്ങളെ ആർക്കും സമയമില്ല. നിങ്ങൾക്ക് വല്ല വൃദ്ധസദനത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെറിയ വാടക വീട്ടിലോ പോകുന്നതല്ലേ നല്ലത്. മകള് സവിതയും അച്ഛൻ്റെ വിഷമതകൾക്ക് ഒരു വിലയും നൽകാതെ പറഞ്ഞു. സദാശിവൻ്റെ ഉള്ള് വല്ലാതെ നീറി. താൻ ഊണും ഉറക്കവും ഇല്ലാതെ അധ്വാനിച്ചത് ഈ മക്കൾക്ക് വേണ്ടിയായിരുന്നില്ലേ? തൻ്റെ ചോരയും വിയർപ്പും ഒഴുക്കി കെട്ടിപ്പടുത്ത ഈ സ്വർഗത്തിൽ നിന്നും തന്നെ ഇറക്കിവിടാൻ അവർ ശ്രമിക്കുകയാണ്. പുറത്തേക്ക് ചിരിച്ച മുഖത്തോടെ ഓർമ്മക്കുറവുള്ള ഉപകാരമില്ലാത്ത അച്ഛനായി അഭിനയിച്ചെങ്കിലും അദ്ദേഹം ഒരു തീരുമാനം എടുക്കുകയായിരുന്നു. ഉഗ്രം പണി. അടുത്ത ദിവസം സദാശിവൻ തൻ്റെ സ്വത്തുക്കൾ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് മക്കളെ വിളിച്ചു. സ്വത്ത് ഭാഗം വയ്ക്കുന്നു എന്ന് കേട്ടപ്പോൾ മക്കളുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി. അവരുടൻ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പാഞ്ഞെത്തി. സദാശിവൻ അവരെ വിളിച്ചു വരുത്തി ഒരു നോവൽ എഴുതുന്ന ലാഘവത്തോടെ ഒരു കാര്യം പറഞ്ഞു. എൻ്റെ മക്കളെ, നിങ്ങളുടെ ആവശ്യം എനിക്ക് മനസ്സിലായി. ഇനി നിങ്ങൾക്ക് എൻ്റെ സാന്നിധ്യം ഇവിടെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ സ്വത്തുക്കളും വിൽക്കാൻ പോവുകയാണ്. പക്ഷെ അതിനു മുമ്പ് എൻ്റെ ഒരു അവസാന ആഗ്രഹം നിങ്ങൾ നിറവേറ്റണം. മക്കൾക്കിപ്പോൾ സ്വത്ത് മാത്രമായിരുന്നു പ്രധാനം. അതുകൊണ്ട് അവർ സമ്മതിച്ചു. എന്താണച്ചാ, പറഞ്ഞോളൂ, ഏത് ആഗ്രഹവും ഞങ്ങൾ സാധിച്ചു തരാം. സദാശിവൻ പതുക്കെ ചിരിച്ചു. ആ ചിരിയിൽ ഒരു കൊടുങ്കാറ്റുണ്ടായിരുന്നു. ഈ വീടിന് തൊട്ടടുത്തായി ഞാൻ എൻ്റെ 5 ഏക്കർ പുരയിടം വിറ്റു. അതെൻ്റെ ഒരു സുഹൃത്തിനാണ് വിറ്റത്. അതിൽ നിന്നും കിട്ടിയ പണം ഞാനൊരു ട്രസ്റ്റിൽ നിക്ഷേപിച്ചു. എന്നാൽ ഈ വീടും അതിനോട് ചേർന്ന് കിടക്കുന്ന 1 ഏക്കർ ഭൂമിയും ഞാൻ നിങ്ങളുടെ പേരിലേക്ക് മാറ്റിത്തരാം. പക്ഷെ അതിനൊരു വ്യവസ്ഥതയുണ്ട്. മകള് ആകാംക്ഷയോടെ കാതോർത്തു. ഈ വീട് വിൽക്കുകയോ വാടകയ്ക്ക് കൊടുക്കുകയോ ചെയ്യരുത്. നിങ്ങൾ 3 പേരും ഒരുമിച്ച് താമസിച്ച് ഈ വീട് നിലനിർത്തണം. കൂടാതെ എന്നെ ഉപകാരമില്ലാത്തവൻ എന്ന് വിളിച്ചതിന് പ്രായശ്ചിത്തമായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാസത്തിൽ ഒരു ദിവസം വരുമാനമില്ലാത്ത ഒരാളെ എൻ്റെ സ്ഥാനത്തിരുത്തി, അച്ഛൻ്റെ സ്ഥാനത്തിരുത്തി നിങ്ങൾ ജോലിക്ക് പോകുന്നതിന് മുൻപുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അയാൾക്ക് വേണ്ടി ചെയ്യണം. അയാൾ പറയുന്നത് പോലെ നിങ്ങൾ കേൾക്കണം. ഈ കരാർ ഒപ്പിട്ടാൽ മാത്രമേ ഞാൻ ഈ വീടിൻ്റെ ആധാരം നിങ്ങൾക്ക് എഴുതിത്തരൂ. ഈ വ്യവസ്ഥ കേട്ട് മക്കളൊന്ന് ഞെട്ടി. പക്ഷേ ആധാരം കയ്യിൽ കിട്ടുമെന്ന ആർത്തിയിൽ അവരധികമൊന്നും ചിന്തിച്ചില്ല. അവർ ആ കരാറിൽ ഒപ്പിട്ടു. ആധാരം കൈമാറിയതിന് ശേഷം സദാശിവൻ പറഞ്ഞു, എൻ്റെ പണി കഴിഞ്ഞു. ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എൻ്റെ ബാക്കി ജീവിതം അവിടെ മതി. അദ്ദേഹം ഒരു പുഞ്ചിരിയോടെ യാത്രയായി. മക്കളുടെ ദുരവസ്ഥ. മക്കൾക്ക് വീടും സ്ഥലവും കിട്ടിയെങ്കിലും അവർ സന്തോഷിച്ചില്ല. അവർ ആ വീട് വിൽക്കാൻ ശ്രമിച്ചു. പക്ഷെ കരാറിലെ വ്യവസ്ഥിതി കാരണം അത് നടന്നില്ല. ഇനി വാടകയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആ കരാറുണ്ട് തടസ്സമായി. മാസങ്ങൾ കടന്നുപോയി. മക്കൾക്ക് ഓരോ മാസവും ഉപകാരമില്ലാത്ത ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് ഒരാളെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യണം, അവരെ ജോലിക്ക് പോകുന്നിടം വരെ കൊണ്ടുവിടണം, അവരുടെ വാക്ക് കേൾക്കണം. തങ്ങളുടെ ജീവിതം ഈ വ്യവസ്ഥ കാരണം താറുമാറാവുമെന്ന് അവർക്ക് മനസ്സിലായി. ആരെങ്കിലും ഒരാൾ കരാർ ലംഘിച്ച വീട് ട്രസ്റ്റിൻ്റെ കൈവശമാകും. ഒരു ദിവസം അവർ 3 പേരും ഒത്തുകൂടി. രമേശ് പറഞ്ഞു,
നമുക്ക് ഈ വീട് കൊണ്ട് ഒരു ഉപകാരമില്ല. സ്വയം ഭാരം ചുമക്കുന്നതിന് തുല്യായി സവിത കണ്ണീരോട് പറഞ്ഞു. നമ്മൾ അച്ഛനെ ഉപകാരമില്ലാത്തവൻ എന്ന് വിളിച്ചപ്പോൾ ഇപ്പോൾ നമ്മളാണ് ഉപകാരമില്ലാത്ത ജീവിതം ജീവിക്കുന്നത്. സദാശിവൻ കൊടുത്ത ഉഗ്രം പണി അതായിരുന്നു. സ്വത്ത് വേണ്ട എന്ന് വെച്ച് മക്കള് സ്വത്ത് തിരിച്ചു നൽകി. എന്നാൽ അതോടൊപ്പം ഒരു വലിയ പാഠവും അദ്ദേഹം നൽകി. തങ്ങളെ ഉപകാരമില്ലാത്തവരായി കണ്ടവർക്ക് ആ സ്വത്തും പേര് ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടായി. ഒപ്പം ഓരോ മാസവും അച്ഛൻ്റെ വില എന്താണെന്ന് പഠിക്കാനുള്ള അവസരവും നൽകി. സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഇല്ലാത്ത ഒരു ബന്ധം എത്ര വലിയ സ്വത്തിലും സന്തോഷം നൽകില്ല എന്ന പാഠം പഠിപ്പിച്ചുകൊണ്ട് സദാശിവൻ്റെ മകള് ബാക്കി ജീവിതം മുന്നോട്ട് നീക്കി. ഈ കഥ ഇവിടെ തീരുകയാണ് കേട്ടോ. വീണ്ടും കാണാം.